ഇന്ത്യയെ ആശങ്കയിലാക്കി ചൈനയുടെ ഡാം നിർമ്മാണം. ഗാൽവാൻ സംഘർഷത്തിൽ ആടിയുലഞ്ഞ ഇന്ത്യ ചൈന തർക്കങ്ങൾ രമ്യതയിലേക്ക് എത്തുമ്പോഴാണ് അണക്കെട്ടിന്റെ വിഷയത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ മറ്റൊരു ചുവന്ന രേഖ ചാർത്തപ്പെടുന്നത്. ഭൂകമ്പ സാധ്യത പ്രദേശത്താണ് ചൈനയുടെ നിർമ്മാണം എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ജലബോംബ് എന്നാണ് ഈ അണക്കെട്ടിനെ അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത്. ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? പരിശോധിക്കാം. മാനസ സരോവറിനടുത്ത് ജന്മം കൊണ്ട ബ്രഹ്മപുത്ര ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി. സാങ്പോ, ദിഹാങ്, ദിബാങ് എന്നീ പേരുകളിലും പ്രശസ്തം. ഇന്ത്യയിലും ടിബറ്റിലും ചൈനയിലും ഭൂട്ടാനിലും ബംഗ്ലാദേശിലുമായി 3969 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ നദികളിലൊന്ന്. 1700 കിലോമീറ്ററുകളോളം ടിബറ്റിലൂടെ സഞ്ചരിച്ച് അരുണാചൽ പ്രദേശ് വഴി പിന്നീട് ഇന്ത്യയിലേക്ക് പ്രവേശിക്കും. ഇന്ത്യയിലേക്ക് പ്രവഹിക്കുന്നതിന് മുമ്പായി മലയിടുക്കിലൂടെ 3000 താഴ്ചയിലേക്ക് പതിക്കും. അതായത് ബ്രഹ്മപുത്ര നദി മെഡോ കൗണ്ടിൽ ഒരു യു-ടേൺ എടുത്ത് അരുണാചൽ പ്രദേശിലെ ഗെല്ലിങ്ങിൽ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം. ഈ നിർണായക ടേണിംഗ് പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ദ ഗ്രേറ്റ് ബെൻഡ്. ഇവിടെയാണ് ചൈന കൂറ്റൻ അണക്കെട്ട് നിർമ്മിക്കാൻ പോകുന്നത്. ഇന്ത്യക്ക് ഭീഷണിയായേക്കാവുന്ന ജലബോംബ് മെഡോ ജലവൈദ്യുത പദ്ധതി. നിലവിലെ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ചൈനയുടെ തന്നെ 3 ഗോർജസ് അണക്കെട്ടാണ്. അതിന്റെ 3 ഇരട്ടിയോളം വലുപ്പമുണ്ട് മെഡോ അണക്കെട്ടിന്. ലോകത്തിലെ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യമായിരിക്കും ഇവിടെ ദൃശ്യമാവുക. 2020 ചൈനയുടെ 14ാമത് പഞ്ചവത്സര പദ്ധതിയിലാണ് ഈ ഡാമിനെ സംബന്ധിച്ച് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആക്ഷൻ പ്ലാൻ അവതരിപ്പിക്കുന്നത്. 2035 പദ്ധതി പൂർത്തീകരിക്കാനുള്ള ഫസ്റ്റ് പ്ലാൻ അന്ന് അവിടെ അവതരിപ്പിക്കപ്പെട്ടു. 60 ഗിഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതായിരിക്കും ഈ പ്രോജക്റ്റ്. അതായത് ഏകദേശം 5 കോടി വീടുകളിലേക്ക് വരെ വൈദ്യുതി എത്തിക്കാനുള്ള ശേഷിയുണ്ടെന്നർത്ഥം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഡാമായ തെഹ്രി ഡാമിനേക്കാളും 60 മടങ്ങ് വലുപ്പമുണ്ട് ഇതിന്. അയൽരാജ്യങ്ങളുമായി ചർച്ച ചെയ്യാതെയാണ് പുതിയ ഡാം നിർമ്മിക്കാനുള്ള തീരുമാനവുമായി ചൈന മുന്നോട്ട് പോയിരുന്നത്. ചില്ലറ ആശങ്കയൊന്നും അല്ല ഈ ഡാം നിർമ്മാണം സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ടിബറ്റിൽ ഇന്ത്യൻ അതിർത്തിക്ക് സമീപം ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയാണ് ചൈന പടുകൂറ്റൻ അണക്കെട്ട് കെട്ടി ഉയർത്തുന്നത്. ജലബോംബ് എന്നാണ് ഈ അണക്കെട്ടിനെ അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമ കൊണ്ട് വിശേഷിപ്പിച്ചത്. ആസാമിന്റെ ജീവരേഖ കൂടിയാണ് ബ്രഹ്മപുത്ര. ആസാമിന്റെ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനം, ചരിത്രം, സംസ്കാരം, പരിസ്ഥിതി തുടങ്ങി എല്ലാത്തിന്റെയും കേന്ദ്രബിന്ദു. സംസ്ഥാനത്തെ നദിയുടെ ഒഴുക്കിൽ എന്തെങ്കിലും കാര്യമായ തടസ്സമുണ്ടായാൽ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. സിന്ധു സാങ്പോ ഫ്യൂച്ചർ സോണിലുള്ള പ്രദേശത്താണ് ഈ ഡാമിന്റെ നിർമ്മാണം. ഇന്ത്യൻ ടെക്ടോണിക് പ്ലേറ്റ് യുറേഷ്യൻ പ്ലേറ്റുമായി കൂട്ടിയിടിക്കുന്ന ഒരു ഭൂകമ്പ സജീവ മേഖലയാണ് ടിബറ്റ്. അണക്കെട്ട് വരുന്ന പ്രദേശം ഭൂകമ്പ സാധ്യതയുള്ളതും പാരിസ്ഥിതികമായി വളരെ ദുർബലമായ പ്രദേശത്തുമാണ്. ഇന്ത്യ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ടിബറ്റ് എന്നീ രാജ്യങ്ങളാണ് ഇതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കാൻ പോകുന്നത്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾക്കിടയിൽ ഈ പദ്ധതി പുതിയ ഭീഷണിയായി ഉയർന്നു വരുമോ എന്ന ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. തന്ത്രപ്രധാനമായ ഒരു ആയുധം കൂടിയാണ് ചൈനയ്ക്കിത്. വേണ്ടി വന്നാൽ ജലക്ഷാമമോ വെള്ളപ്പൊക്കമോ സൃഷ്ടിക്കാൻ കഴിയും. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സംഘർഷങ്ങളുടെ ചരിത്രം കണക്കിലെടുക്കുമ്പോൾ ഈ പദ്ധതിയുടെ രാഷ്ട്രീയ അപകട സാധ്യതകൾ വളരെ വലുതാണ്. ഗാൽവാൻ സംഘർഷത്തിനു ശേഷം അതിർത്തി കടന്നുള്ള നദികളുടെ ഡാറ്റ കൈമാറ്റം പോലും ചൈന നിർത്തിവെച്ചിരുന്നു. ടിബറ്റ് ഒരു ഉയർന്ന പ്രദേശമായതിനാൽ അവിടെയുള്ള നദികളിൽ ചൈനയ്ക്ക് അണക്കെട്ടുകൾ നിർമ്മിക്കാനുള്ള ഭൂമിശാസ്ത്രപരമായ കഴിവ് ഇന്ത്യ പോലുള്ള ഭൂമിശാസ്ത്രപരമായി താഴെ നിൽക്കുന്ന രാജ്യങ്ങൾക്ക് വലിയൊരു തന്ത്രപ്രധാനമായ പോരായ്മയാണ്. ജലത്തെ ഒരു ഉപാധിയായി ഉപയോഗിച്ച് ഇന്ത്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ ചൈനയ്ക്ക് സാധിക്കും. ബ്രഹ്മപുത്ര നദിയുടെ അപ്രമാദിത്യമാണ് ചൈന കൈവശപ്പെടുത്തുന്നത്. അതേസമയം ഇതിന് ബദലായി അരുണാചൽ പ്രദേശിൽ രാജ്യത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത നിലയം പണിയാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യ. ചൈനയ്ക്കെതിരായ വാട്ടർ ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യയുടെ കൗണ്ടർ. ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന വാട്ടർ ബോംബിങ്ങിനെയോ ജലയുദ്ധത്തിനെയോ തടയാൻ ഇന്ത്യ ഒരുക്കുന്ന ബദൽ മാർഗം. തൽക്കാലം വിഷയത്തിൽ ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്താവും നിലപാടെന്ന് വൈകാതെ അറിയാം.